ആ എന്തല്ല മെയ് 9 ഞാൻ അഭിനയിച്ചൊരു എല്ലാവരുടെ ഒരു തിരിച്ചുവരവന്റെ കാലമാണല്ലോ. അതുപോലെ ലാലേട്ടനെ പോലെ ദിലീപേട്ടന്റെ നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. നായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ടാഗ് ഒരിക്കലും മാറൂല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഹായ് ഓൾ ജിൻസ് കോക്ക്. കാണിക്കും ദിലീപിനെയും കൊണ്ട് വെള്ളത്തിൽ ചാടുന്നു, ദിലീപിനെ മറ്റേ കുഞ്ഞാവയക്കുന്നു, ദിലീപിന്റെ ഷഡ്ഡി കാണിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പണിക്കും പോകാതെ പിള്ളേരെ ഉണ്ടാക്കുന്ന മിഷനായി ജീവിക്കുന്ന രണ്ട് അനിയന്മാരും അവരുടെ ചിലവ് നോക്കുന്ന അവരുടെ ഭാര്യമാരുടെ, പിള്ളേരുടെ, അച്ഛൻ്റെ, അമ്മയുടെ ഒക്കെ ചിലവ് നോക്കി ഇങ്ങനെ കുടുംബം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കല്യാണ പ്രായം കഴിഞ്ഞു പോയ പ്രിൻസ് ആയിട്ടാണ് ദിലീപ് ഈ സിനിമയിൽ എത്തുന്നത്. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മേജർ പോർഷനും ഫസ്റ്റ് ഹാഫ് തീരുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ ഇതെന്തോന്നാണ് ഈ കാണിച്ചു കൂട്ടണേ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായത്. പടം പോക്ക ആ സംവിധായകനെ ചൂല് കൊണ്ടടിക്കണം. വീട്ടി കൂഷ്മാണ്ടൻ നമ്മുടെ സ്ഥിരം പരിപാടിയെ രക്ഷയുള്ളൂ എന്നാ തോന്നുന്നേ. ആ പൊങ്കൽ ചാലയിലെ പിള്ളേർക്ക് ഓരോ പൈൻറ്റും ഫ്രീ ടിക്കറ്റും കൊടുക്കാൻ വിളിച്ചു പറ. അങ്ങനെ കോഴിക്കോടും കണ്ണൂരും ഒരു സ്ഥലവും വിടണ്ട. എന്നിട്ടും പടം പൊട്ടുകയാണെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. മാപ്പടം തോന്നല്ലേ?